ഹലോ ആരാ? ഹലോ. ടടാൻ. അപ്പോൾ നമ്മൾ ഇന്ന് ടെയിൽസ് ഓഫ് അനിൽ നമ്മൾ ഫസ്റ്റ് പറയുന്ന ഇത് എക്സ്ക്ലൂസീവ് സ്റ്റോറി നിങ്ങൾക്കായിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു ഫ്രം മൈ ഓൺ എക്സ്പീരിയൻസ്. നിക്കേ, നാശത്തിലേക്കാ നിങ്ങൾ പോകുന്നത്. അത് ഞങ്ങൾ അങ്ങ് സഹിച്ചു. അപ്പോൾ ഇത് എൻ്റെ ഒരു കുഞ്ഞുനാളിലൊരു അനുഭവമാണ്. ഇപ്പോഴും എൻ്റെ മനസ്സിൽ അത് ഉണ്ട്. കാര്യം അത് വേറൊന്നുമല്ല, നമ്മൾ ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം മെയ് മാസം എന്ന് പറയുന്നത് പൊതുവെ നമുക്ക് കുർബാന കളപ്പാട് അങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്നൊരു മന്താണല്ലോ. അപ്പോൾ ഈ ഒരു ടൈമിൽ എൻ്റെ ഒരു മെമ്മറി എന്ന് പറഞ്ഞാൽ, ഞങ്ങൾ കുർബാന കളപ്പാട് നടക്കുന്ന സമയം നമ്മുടെ ഫസ്റ്റ് ഒരു പരിപാടിയാണല്ലോ. അപ്പോൾ നമ്മൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരിക്കും. ഞാൻ, എൻ്റെ സിസ്റ്റർ, അതുപോലെ ഞങ്ങൾ 2 പെൺപിള്ളേർ. അയ്യോ സിസ്റ്റേഴ്സ്, മനസ്സിലായില്ലേ? നമ്മൾ സിസ്റ്റേഴ്സ് നേഴ്സുമാരാണെന്ന് ചോദിച്ചത്. അപ്പം ഞങ്ങൾ 3 പേരും കൂടിയാണ് കുർബാന കളപ്പാടിന് പഠിക്കാനൊക്കെ പോയിക്കൊണ്ടിരുന്ന സമയമാണ്. അപ്പോൾ ഞങ്ങൾ പഠിക്കാനൊക്കെ പോയി. അന്ന് നമ്മൾ കുർബാന കളപ്പാടിൻ്റെ അന്ന് എത്തിയപ്പോഴേക്കും നമ്മൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. നമ്മൾ ഹാഫ് ഫ്രോക്കാണ് ഇട്ടിട്ട് പോയത്. ഫുൾ ഫ്രോക്ക് മേടിക്കാമെന്നൊക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു, പക്ഷെ അത് നടന്നില്ല. അപ്പോൾ അതുകൊണ്ടിട്ട് നമ്മൾ 3 പേരും ഒരുമിച്ച് നടത്തണമല്ലേ, അപ്പോൾ നമുക്ക് അത്രയും സാമ്പത്തിക സ്ഥിതിയൊന്നും അന്നേരം ഇല്ല. അപ്പം അതുകൊണ്ടിട്ട് നമ്മൾ കിട്ടിയത് കിട്ടി എന്നുള്ള സന്തോഷത്തിൽ നമ്മൾ ഫ്രോക്കൊക്കെ ഇട്ട് ഹാപ്പിയായി പോയി. തിരിച്ച് വന്നപ്പോഴേക്കും നമ്മൾ ഇങ്ങനെ ആൾക്കാരൊക്കെ ഫുള്ള് നിറഞ്ഞ് നിൽപ്പുണ്ട്. അപ്പം നമ്മൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്, കാര്യം നമുക്ക് ഗിഫ്റ്റുകൾ കിട്ടും. എല്ലാം വരുമല്ലോ എന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. പെട്ടെന്ന് എല്ലാവരുടെയും മുഖം അങ്ങ് മാറിയിരിക്കുന്നു. അപ്പോൾ പ്രത്യേകിച്ച് അപ്പച്ചൻ, അമ്മച്ചി, എല്ലാവരുടെയും മുഖം വല്ലാതെ. അപ്പോൾ നമുക്ക് തന്നെ അപ്പോൾ എനിക്ക് മനസ്സിലായി എന്തൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. എല്ലാവരും ഒരുമാതിരി സഹതാപത്തോടെയൊക്കെ നമ്മളെ നോക്കത്തില്ലേ, ആ ഒരു പോലെ. അപ്പോൾ എനിക്ക് അങ്ങ് വല്ലാതെ ആയി. പെട്ടെന്ന് ഞാൻ ഇങ്ങനെ ചോദിച്ചു, എന്ത് പറ്റിയമ്മ എന്ന് ചോദിച്ചപ്പോഴേക്കും മമ്മിയും അമ്മാമ്മയും കൂടെ വന്നിട്ട് പറഞ്ഞു, മോനെ ഇതേപോലെ നമ്മൾ ഫ്രൈഡ് റൈസും ചിക്കൻ കുറുമയും ആയിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് കറി ഓക്കെ ആയി, പക്ഷേ റൈസ് കുളമായി പോയി. അപ്പോൾ ആകെ ഒരു പ്രതിസന്ധി സിറ്റുവേഷനുള്ളതായിരുന്നു. നമ്മൾ വിളിച്ച ആളുകൾ മൊത്തം വീട്ടിൽ വന്നിരിപ്പുണ്ട്. എത്ര പേർക്ക് ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റും, കുറച്ച് പേർക്കെങ്കിലും പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ എന്നിട്ട് നമ്മൾ പിന്നീട് അത് കുറച്ച് അരിയൊക്കെ മേടിച്ച് കാലത്ത് കവലേന്ന് വല്ലതും വാങ്ങിച്ചോണ്ട് വന്നാ ഞാൻ വെച്ചുണ്ടാക്കി തരാം. സാധാരണ അരിയൊക്കെ മേടിച്ചിട്ട് കൊടുത്ത് വിട്ടു. എന്നിരുന്നാൽ പോലും ഇന്നും ആരെങ്കിലും കുർബാന കളപ്പാടോ അല്ലെങ്കിൽ നമ്മൾ ആ ഫേസ് ചെയ്ത സിറ്റുവേഷൻ എപ്പോഴും നമ്മുടെ മനസ്സിലുള്ളത് കൊണ്ട് ആരെങ്കിലും ഇപ്പോൾ എന്തെങ്കിലും ഇങ്ങനൊരു കുർബാന കളപ്പാട് വന്ന് വിളിച്ചാൽ ഞാൻ ഫസ്റ്റ് തന്നെ മനസ്സിൽ വിചാരിക്കുന്ന, തമ്പുരാൻ അവരുടെ ഫുഡൊന്ന് റെഡിയാക്കി കൊടുത്തേക്കണേ. കാര്യം നമ്മൾ ഇപ്പോൾ എത്ര ഫുഡാണോ ഇമ്പോർട്ടൻ്റ് എന്ന് ചോദിച്ചാൽ ഒരു പരിധി വരെ ആണ്. കാര്യം പരിപാടിയും കാര്യങ്ങളൊക്കെ വിളിക്കുമ്പോൾ ആളുകൾ കൂടുതലും നല്ല ഫുഡാണ് അല്ലെങ്കിൽ നല്ലതാണ്, ആ ഒരു ഇതിലാണല്ലോ ഫോക്കസ് ചെയ്യുന്നത്. വലിയ തറവാട്ടുകാരാ, എന്ത് കാര്യം സദ്യ പോരാ. കുഴപ്പമൊന്നുമില്ലല്ലോ. അത് നല്ല സദ്യ ഉണ്ണാത്തോണ്ട് തോന്നുന്നു. സാമ്പാറിൽ എല്ലാ കഷ്ണങ്ങളുണ്ടോ, കൂട്ടുകറിക്കാണെ പുക വേണം, പായസത്തിനാണെ മധുരം പോരാ. അപ്പോൾ അതുകൊണ്ടിട്ട് നന്ന ഫുഡ് ആക്കി കൊടുക്കണേ എന്നെപ്പോഴും ഞാൻ മനസ്സിൽ പ്രാർത്ഥിക്കാറുണ്ട്.